നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധം കനത്തതോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി അത്ര രസത്തിലല്ല ട്രംപ് എന്നതാണ് വാസ്തവം. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കാണുന്ന ഈ അകൽച്ച. ഇസ്രായേൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രധാനമന്ത്രി നെതന്യാഹുവിന് പരസ്യമായ പിന്തുണ നൽകുന്നതിൽ നിന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിട്ടുനിൽക്കുന്നത് സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ ശക്തമാവുകയാണ്. നേരത്തെ നെതന്യാഹുവിന് വേണ്ടി വാദിച്ചിരുന്ന ട്രംപ് ഇപ്പോൾ അത്തരത്തിൽ പരസ്യമായ പിന്തുണ നൽകുന്നതിൽ നിന്നും പാടെ വിട്ടുനിൽക്കുകയാണ്. ഇസ്രായേൽ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളും നയതന്ത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുമാണ് ഇതിന് കാരണം എന്നതാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. നെതന്യാഹുവിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകരുടെ കഴിഞ്ഞയാഴ്ചകൾ ട്രംപിനോട് ചോദ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഓരോ തവണയും അദ്ദേഹം അത് വ്യക്തമാക്കുന്നതിൽ നിന്നും സ്വാഭാവികമായ ഒരു ഒഴിഞ്ഞുമാറ്റം നടത്തിയിരുന്നു. 2 ആഴ്ച മുമ്പ് ഓവൽ ഓഫീസിൽ വെച്ച് ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ട്രംപ് ഒക്ടോബർ 27 നടക്കാനിരുന്ന തിരഞ്ഞെടുപ്പിലെ സാധ്യതകളെക്കുറിച്ചും ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് ആരാഞ്ഞിരുന്നു. ഈ ഘട്ടത്തിലാണ് മറുപടി പറയാൻ നെതന്യാഹു മടിച്ചു എന്നാണ് കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത്. നെതന്യാഹു മടിച്ചു നിന്നു എങ്കിലും അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കളിൽ ഒരാൾ ട്രംപിന് നൽകിയ മറുപടി, മിസ്റ്റർ പ്രസിഡന്റ്, അദ്ദേഹം വിജയിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. അതേസമയം നെതന്യാഹുവിന്റെ പാർട്ടി പരാജയപ്പെടും എന്നാണ് ഇസ്രായേലിലെ അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത്. നെതന്യാഹുവിന്റെ ഇപ്പോഴത്തെ സഖ്യത്തിന് 49 മുതൽ 53 വരെ സീറ്റുകളാണ് സർവേ പ്രവചിക്കുന്നത്. നിലവിൽ 68 സീറ്റുകൾ പിന്തുണയിലാണ് നെതന്യാഹു ഭരിക്കുന്നത്. സർക്കാർ രൂപീകരിക്കാൻ 61 സീറ്റുകളാണ് വേണ്ടത്. അതേസമയം ഇസ്രായേലിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് 67 മുതൽ 70 വരെ സീറ്റുകളാണ് സർവേ പ്രവചിപ്പിച്ചത്. എന്തായാലും നെതന്യാഹുവിന്റെ പ്രധാന എതിരാളി മുൻ ഇസ്രായേൽ പ്രതിരോധ സേനാ മേധാവിയുമായ ഗാന്ധി ഐസൻകോട്ടിനാണ് നെതന്യാഹുവിനേക്കാൾ കൂടുതൽ ജനപ്രീതി എന്നാണ് സർവേകളിൽ നിന്നും വ്യക്തമാകുന്നത്. കേവല ഭൂരിപക്ഷം നേടാനായില്ല എങ്കിൽ അറബ് ഇസ്രായേൽ പാർട്ടികളുടെ പിന്തുണയില്ലാതെ എതിരാളികൾ സർക്കാർ രൂപീകരിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് തടയാൻ ആവശ്യമായ വോട്ടുകൾ ഉറപ്പാക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രധാന ശ്രമം. ആ ശ്രമം വിജയിച്ചാൽ ഇരുപക്ഷത്തിനും സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടാകും. അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ മാസങ്ങളോളം നെതന്യാഹുവിന് കാവൽ പ്രധാനമന്ത്രിയായി തുടരാനും കഴിയും. നിലവിലെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് നിലവിലെ റിപ്പോർട്ട്. അതേസമയം ട്രംപ് നെതന്യാഹുവിനെ പിന്തുണയ്ക്കാത്തതിന് പിന്നിൽ ഇസ്രായേലിലെ രാഷ്ട്രീയ സാഹചര്യത്തിനൊപ്പം സമീപകാലത്തുണ്ടായ ചില അഭിപ്രായ ഭിന്നതകൾക്കും കാരണമായിട്ടുണ്ട്. ഇറാൻ യുദ്ധത്തിന്റെ തുടക്ക സമയത്ത് നെതന്യാഹുവിന് ട്രംപും അദ്ദേഹത്തിന്റെ ഭരണകൂടവും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും ഇസ്രായേലിന്റെ അഴിമതി കേസിൽ വിചാരണ നേരിടുന്ന നെതന്യാഹുവിന് മാപ്പ് നൽകണം എന്നായിരുന്നു ട്രംപ് ശക്തമായി വാദിക്കുകയും ചെയ്തിരുന്നു. യുദ്ധം അന്ത്യമില്ലാത്ത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും വിദേശ ലക്ഷ്യങ്ങളുടെയും അവരുടെ ആഭ്യന്തര രാഷ്ട്രീയ താൽപര്യങ്ങളും വ്യതിചലിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്.